ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ എം എ ബേബി, സുപ്രീം കോടതി കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നു. കാലങ്ങളായി CPM ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ്, കാര്യമാണ്. ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായി BJP സർക്കാർ, മുൻ കോൺഗ്രസ് സർക്കാർ, ഒരുപക്ഷെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് BJPക്കും കോൺഗ്രസിനുമാണ്. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ സുതാര്യമാണ്. 20,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന എല്ലാ ഫണ്ടും CPMനെ സംബന്ധിച്ചാണെങ്കിൽ കൃത്യമായി എല്ലാ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെ പാർട്ടി അംഗങ്ങളുടെ ലെവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ സുതാര്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് ഒരുപക്ഷെ സുപ്രീം കോടതി നിലപാടെടുക്കുമ്പോൾ CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാകുകയാണ്. ഒപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടിയും. എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെ താങ്കൾ കാണുന്നത്? ഇപ്പോൾ വെളിപ്പെട്ടിടത്തോളം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ BJP ഗവൺമെന്റിന്റെ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അത്യന്തം നാണംകെട്ട ഇന്ത്യൻ കുത്തകകളുമായിട്ടുള്ള ചിങ്കിടി മുതലാളിത്ത സഹകരണ പദ്ധതിക്കുള്ള തിരിച്ചടിയാണ്. ഇതിന്റെ കുറെ വിവരങ്ങൾ താങ്കൾ തന്നെ പറയുകയുണ്ടായി. CPIM ആണ് ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ തട്ടിപ്പ് ഏറ്റവും ശക്തമായി തുറന്നു കാണിക്കുകയും ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു പൈസ പോലും CPIM സ്വീകരിക്കുകയില്ല എന്ന് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൻകിട കുത്തകകൾക്ക് ആരോടും പരസ്യമായി വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ചൂഷകവർഗ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു പദ്ധതിയാണ്. ലളിതമായി പറഞ്ഞാൽ അഴിമതിക്ക് നിയമപരിരക്ഷ നൽകുന്നതിനുള്ള ഒരു തട്ടിപ്പാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ കുത്തകകൾക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധം കുത്തകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ മാത്രമല്ല, വിദേശ കുത്തകകൾക്കും അവർക്ക് ഇന്ത്യൻ കുത്തകകളുമായി സംയുക്ത സംരംഭമുണ്ടെങ്കിൽ വിദേശ കുത്തകളുടെ പണം പോലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പില് ഇന്ത്യയിലെ ചൂഷകവർഗ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയം ഉറപ്പാക്കാനും അവരുടെ രാഷ്ട്രീയ അഴിമതികൾ നടപ്പാക്കാനും വേണ്ടി പാർട്ടികളെ വിലയ്ക്ക് വാങ്ങുക, ഭൂരിപക്ഷം തികഞ്ഞില്ലെങ്കിൽ MLA-മാരെയും MP-മാരെയും വാങ്ങുക, പാർട്ടികളെ മൊത്തത്തിലെടുക്കുക, പാർട്ടികളെ പിളർക്കുക. ഇപ്പൊ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ BJP ഗവൺമെന്റ്. ഇത്തരത്തിലുള്ള അധാർമികമായ രാഷ്ട്രീയ അഴിമതികൾക്കും ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലുകൾക്കുമെല്ലാം ദുരുപയോഗപ്പെടുത്താനാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10% തുക മാത്രമാണ് കോൺഗ്രസിനോ മറ്റ് പ്രാദേശിക ബൂർഷ്വാ പാർട്ടികൾക്കോ ലഭിക്കുന്നത്. അപ്പൊ ഇത് ഇത്രകാലവും സുപ്രീം കോടതി ഈ കേസ് എടുക്കാൻ നീട്ടിക്കൊണ്ടുപോയതും ഒരു കള്ളക്കളിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. 2017 അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച 2017-18 ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ രാജ്യസഭ പാസ്സാക്കാതെ മണി ബിൽ എന്നുള്ള നിലയിൽ ലോക്സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇവർക്ക് ഇതങ്ങ് നടപ്പാക്കാമെന്നുള്ള ഒരു വളഞ്ഞ വഴിയും മോഡി ഗവൺമെന്റിന്റെ ഈ പദ്ധതിയുടെ കൈകാര്യ കർത്തൃത്വത്തിൽ അത് പാർലമെന്റിൽ മാനേജ് ചെയ്ത രീതിയിൽ വലിയൊരു ചതിവുണ്ട്, വലിയൊരു തട്ടിപ്പുണ്ട്. 2018 അത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്തു. അപ്പോൾ തന്നെ ഇതിനെതിരായിട്ട് കേസ് പോയതാണ്. ഇപ്പൊ 2024 ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതി ഇതെടുത്തൊരു തീരുമാനം പറയുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. സുപ്രീം കോടതി ഇത്രയും കാലം കേന്ദ്ര ഗവൺമെന്റിന് BJPക്ക് ഈ അഴിമതി നടപ്പാക്കാൻ വേണ്ടി അവസരം കൊടുത്തു എന്നുള്ള ഒരു കുറ്റം ഇപ്പം ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. വൈകിട്ടാണെങ്കിൽ പോലും ഇക്കാര്യം സുപ്രീം കോടതി പറഞ്ഞു നന്നായി. ഏതെല്ലാം കുത്തകകൾ, ഏതെല്ലാം പാർട്ടികൾക്കാണ് പണം കൊടുക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള പൗരന്മാരുടെ അവകാശമാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രൽ ബോണ്ടിലെ വ്യവസ്ഥകളിലൂടെ ലംഘിക്കുന്നത് എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഇത്ര വൈകുന്നത് എന്താണെന്നുള്ള ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് ദേശീയ തലത്തിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന തലത്തിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരേണ്ടതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ പണം നീക്കിവെക്കണം. വൻ ലാഭമുണ്ട് പുസ്തക കമ്പനികളിൽ നിന്നും അവരുടെ ലാഭത്തിന്റെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചെടുക്കണം. അങ്ങനെ സ്വരൂപിക്കുന്ന ഫണ്ട് ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടിന്റെ അവരുടെ ജനപിന്തുണയുടെ അനുപാതത്തിൽ പാർട്ടികൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഈ ഫണ്ട് റീഇംബേഴ്സ് ചെയ്യണം. മുൻ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരു ഘട്ടം സാമ്പത്തിക സഹായം നൽകാവുന്നതാണ്. രണ്ടാം ഘട്ടം സാമ്പത്തിക സഹായം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ദേശീയ അംഗീകാരമുള്ള സംസ്ഥാന അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം 2 ഘട്ടങ്ങളായി കൊടുക്കുന്ന ഒരു പുതിയ നിയമം കൊണ്ടുവരണം. അതിനുവേണ്ടി ജനാധിപത്യ ശക്തികളും മാധ്യമങ്ങളും ശബ്ദമുയർത്തണം എന്നാണ്. ശരി, വളരെ നന്ദി ശ്രീ എം എ ബേബി ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്.